Okay, so today I'm going to explain about another adjustment of residential status. So, last class I told you what is the basic conditions and what are the additional conditions. So, basic condition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. ആദ്യത്തെ കണ്ടീഷന് he should be in India in the previous year for 182 days or more. അത് സാറ്റിസ്ഫൈ ചെയ്യാത്ത വ്യക്തികൾക്ക് രണ്ടാമത്തെ ഒരു കണ്ടീഷന് കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻ എന്തായിരുന്നു? ഹി ഷുഡ് ബി ഇൻ ഇന്ത്യ ഫോർ 60 ഡേയ്സ് ഇൻ പ്രീവിയസ് ഇയർ പ്ലസ് 365 ഡേയ്സ് ഇൻ 4 പ്രീവിയസ് ഇയർ. അപ്പോൾ ഈ ഒരു 60 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കണ്ടീഷൻസ് ചിലവർക്ക് അത് ആക്സസിബിൾ അല്ല. അതായത് ചില ആൾക്കാർക്ക് ബേസിക് കണ്ടീഷൻ 182 ഡേയ്സ് മാത്രമേ ഉള്ളൂ. അത് സാറ്റിസ്ഫൈ ചെയ്താൽ ഹീ ഈസ് എ റെസിഡൻറ്റ്. അത് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോവില്ല. സോ ദാറ്റ് ഈസ് എക്സെപ്ഷൻ ടു ദ അബവ് റൂൾ. സോ ദർ ആർ ഫോളോയിങ് കേസസ് വേർ ദ റൂൾ ഓഫ് 60 ഡേയ്സ് സ്റ്റേ ഇൻ ഇന്ത്യ ഈസ് ഇർറെലവൻറ്റ് ടു ഇന്ത്യൻ സിറ്റിസൻസ് ഹു ഗോ അബ്രോഡ് ഫോർ ദ ഫോളോയിങ് പേർപ്പസ്. നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചില വ്യക്തികൾ അബ്രോഡിൽ പോവുകയാണെങ്കിൽ അവർ 182 ഡേയ്സ് സാറ്റിസ്ഫൈ ചെയ്യുക വേണം. ഓക്കെ, സോ ഈ 60 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കണ്ടീഷൻ അവർക്ക് ഇറ്റ്സ് നോട്ട് ആക്സസിബിൾ ടു ദം. ഇനി നമ്മൾ നോക്കേണ്ടത് ആരൊക്കെയാണ് ഈ ഒരു സെക്കൻഡ് കണ്ടീഷന് എലിജിബിൾ അല്ലാത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. The first person is an Indian citizen who leaves India during the previous year for employment purpose. So, ഇന്ത്യയിലുള്ള ഒരു സിറ്റിസൺ നമ്മളുടെ പ്രീവിയസ് ഇയർ 2019-20 വിദേശത്ത് എംപ്ലോയ്മെൻറ്റ് പേർപ്പസിന് വേണ്ടി പോവുകയാണെങ്കിൽ അയാളെ റെസിഡൻറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒറ്റ കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 182 ഡേയ്സ് നിന്നിട്ടുണ്ടെങ്കിൽ അയാൾ റെസിഡൻറ്റ്. 182 ഡേയ്സ് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് കണ്ടീഷനിലേക്ക് പോകാനില്ല. ഈ പറഞ്ഞ വ്യക്തിക്ക് ആകെ ഫസ്റ്റ് കണ്ടീഷനെ ബേസിക് കണ്ടീഷൻ ആയിട്ടുള്ളൂ. സോ ആൻ ഇന്ത്യൻ സിറ്റിസൺ ഹൂ ലീവ്സ് ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ എംപ്ലോയ്മെൻറ്റ് പേർപ്പസ്. അപ്പോൾ 2019-20 നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള വ്യക്തി വിദേശത്ത് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ, ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ ഹീ ഈസ് ഓൺലി ഹാവിങ് വൺ ബേസിക് കണ്ടീഷൻ ഫോർ ദാറ്റ് പേഴ്സൺ. ദ സെക്കൻഡ് കണ്ടീഷൻ ഈസ് ഇർറെലവൻറ്റ്. Second one, an Indian citizen who leaves India during the previous year as a member of crew of an Indian ship. സോ രണ്ടാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ അയാൾ ഇന്ത്യ വിടുന്നത് ഒരു ഇന്ത്യൻ ഷിപ്പിംഗ് ക്രൂ ആയിട്ടായിരിക്കണം. ഓക്കെ, സോ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അയാൾ ഇന്ത്യ വിടുന്നത് ഒരു ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ മെമ്പർ ആയിട്ട് ആവണം. എന്നാൽ അയാൾ എന്താണ്, ഫസ്റ്റ് കണ്ടീഷൻ മാത്രമേ അയാൾക്ക് റെലവൻ്റ് ഉള്ളൂ. ഇനി മൂന്നാമത്തേത്, ആൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു നോർമലി റിസൈഡ്സ് ഔട്ട്സൈഡ് ഇന്ത്യ കംസ് ഓൺ എ വിസിറ്റ് ടു ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. സോ ഒരു ഇന്ത്യൻ സിറ്റിസണാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിനിലുള്ള ഒരു വ്യക്തിയാണ്. അയാൾ പൊതുവേ ഇന്ത്യയുടെ പുറത്താണ് താമസിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് പോകാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇങ്ങനെ 3 വ്യക്തികൾക്ക് ബേസിക് കണ്ടീഷൻ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ആ 3 വ്യക്തികൾ ആരൊക്കെയാണ്? ആദ്യത്തെ ആൾ ഹീ ഷുഡ് ബി ഒന്ന് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. സെക്കൻഡ് വൺ, ഹീ ഷുഡ് ലീവ് ഇന്ത്യ, ഇന്ത്യ വിടണം. മൂന്നാമത്തെ കണ്ടീഷൻ, ഇന്ത്യ വിടുന്നത് എംപ്ലോയ്മെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ വ്യക്തി? അയാളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇന്ത്യ വിടുന്നത് പ്രീവിയസ് ഇയറിലായിരിക്കണം. ഇന്ത്യ വിടുന്നതിൻ്റെ ഉദ്ദേശം ഒരു ഇന്ത്യൻ ഷിപ്പിംഗ് കമ്പനിയിലെ ഒരു ക്രൂ, അതായത് അതിലെ ഒരു എംപ്ലോയി ആയിട്ടായിരിക്കണം പോകുന്നത്. മൂന്നാമത്തേത്, ഒരു ഇന്ത്യൻ സിറ്റിസണോ അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിനോ ഉള്ള വ്യക്തിയായിരിക്കണം. അയാൾ പൊതുവേ ഇന്ത്യയുടെ പുറത്താണ് താമസിക്കുന്നത്. പക്ഷേ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ബേസിക് കണ്ടീഷൻ ഒന്നേ ഉള്ളൂ. Okay, so this is the exception to the above rule. So next, let's see the illustration 6. Okay, illustration 6, I have given it in your PowerPoint. So we'll go through the question. Mr. Yusuf, an Indian citizen, left India for first time on 1st April 2019 for joining job in Dubai. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്? യൂസുഫ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇന്ത്യ സിറ്റിസണാണ്. അയാൾ 2019 പ്രീവിയസ് ഇയറിൽ അയാൾ ഇന്ത്യ വിട്ടു.
ഇന്ത്യ വിട്ടതിൻ്റെ ഒരു കാരണം ദുബായിൽ എംപ്ലോയ്മെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷനെല്ലാം അയാൾ സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ. ഒരു ഇന്ത്യൻ സിറ്റിസനാണ്, ഇന്ത്യ വിടുന്നത് എംപ്ലോയ്മെൻറ്റ് പേർപ്പസിനാണ്. ഓക്കെ. ഹി കെയിം ടു ഇന്ത്യ ഓൺ 11th October 2019 ഫോർ ഓൺലി 190 days. 2019 ഒക്ടോബറിൽ അയാൾ തിരിച്ചു വന്ന് എന്നിട്ട് 190 ദിവസം നിന്ന്. ഡിറ്റർമൈൻ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ്. ഓക്കെ, determine his residential status. So first we have to see that what is the number of days actually he has stayed in India. Okay, അപ്പോൾ നോക്കിയേ, number of days Yusuf stayed in India can be calculated as follows. പ്രീവിയസ് ഇയർ, നമ്മുടെ പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ, ഓൾവേസ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ റൈറ്റ് ദി പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1/4/2019 തുടങ്ങിയിട്ട് 31st March 2020 അവസാനിക്കുന്നത് നമ്മളുടെ പ്രീവിയസ് ഇയർ. ഓക്കെ, സോ 1/4/2019 സ്റ്റാർട്ട് ചെയ്തിട്ട് 31st March 2020 അവസാനിക്കുന്നത്. സോ ഇത് എപ്പോഴും ഓർത്ത് വെക്കണം. വി ഷുഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ്. ഇനി ഓരോന്ന് നോക്കുക. 1st April എന്നാണ് അയാൾ പോയത്. 1st April 1 അയാൾ പോയ ദിവസം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഡേ നമ്മൾ ഇന്ത്യയിൽ നിന്നതായിട്ടാണ് എപ്പോഴും കണക്കാക്കേണ്ടത്. അപ്പോൾ April 1 പോയി, അപ്പോൾ ഒരു ദിവസം. പിന്നെ മെയ്യിൽ ഐ ജസ്റ്റ് ഷോ യു ദി ആൻസർ. മെയ് മുതൽ സെപ്റ്റംബർ വരെ അയാൾ ഒറ്റ ദിവസവുമില്ല. കാരണം എന്താണ്, അയാൾ പിന്നെ തിരിച്ചു വന്നത് ഒക്ടോബറിലാണ്. അപ്പോൾ മെയ് മുതൽ സെപ്റ്റംബർ വരെ ഒറ്റ ദിവസവുമില്ല. പിന്നെ ഒക്ടോബറിൽ സോ ഇവിടെ 0. ഇനി ഒക്ടോബർ എന്നാണ് അയാൾ തിരിച്ചു വന്നത്, October 11 തിരിച്ചു വന്നത്. അപ്പോൾ ഒക്ടോബറിൽ എത്ര ദിവസം നിന്നിട്ടുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സോ 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22 അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 21 ദിവസം അയാൾ ഒക്ടോബറിൽ നിന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി നവംബറിൽ എത്ര ദിവസം നിന്ന്, പിന്നെ അയാൾ പോയിട്ടേ ഇല്ല. അപ്പോൾ നവംബറിൽ എത്ര ദിവസം നിന്നിട്ടുണ്ട്, നവംബർ 30 അപ്പോൾ നവംബറിൽ 30 ദിവസം നിന്നു. ഡിസംബറിൽ 31 days he stayed. Then January he stayed 31 days. Then February he stayed 31 days. And March he stayed 31 days. സോ ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. April 1 അയാൾ നാട്ടിൽ നിന്ന് പോയി. അപ്പോൾ പോയ ദിവസം എപ്പോഴും നമ്മൾ എടുക്കണം. സോ ഒരു ദിവസം. മെയ് മുതൽ സെപ്റ്റംബർ വരെ അയാൾ ദുബായിലായിരുന്നു. അപ്പോൾ ഒറ്റ ദിവസവും നിന്നിട്ടില്ല. പിന്നെ October 11 വന്ന്, അപ്പോൾ 11 മുതൽ 31 വരെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 21 ദിവസം കിട്ടും. പിന്നെ നവംബർ 30, ഡിസംബർ 31, January 31, February 31, March 31, because he have not left India after he came back on October. So when we add all this, we will get 174 days. Okay. Now ടോട്ടൽ 2019-20 അയാൾ നിന്നത് 174 days ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് വെദർ ഹീ ഈസ് എ ഓർഡിനറിലി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് ഓർ നോൺ റെസിഡൻറ്റ്. ഇതാണ് നമുക്ക് അറിയാനുള്ളത്. സോ വി ഹാവ് ടു ലുക്ക് ഫോർ ദി ബേസിക് കണ്ടീഷൻ. അപ്പോൾ ബേസിക് കണ്ടീഷൻ നോക്കാം. പക്ഷേ ബേസിക് കണ്ടീഷൻ പൊതുവേ നമുക്ക് 2 കണ്ടീഷനാണുള്ളത്. എന്താണത്, പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സും ഓർ രണ്ടാമത്തെ കണ്ടീഷൻ പ്രീവിയസ് ഇയറിൽ 60 days പ്ലസ് 4 പ്രീവിയസ് ഇയറിൽ 365 days. പക്ഷേ ഇവിടെ ഈ മിസ്റ്റർ യൂസുഫ് എന്ന് പറഞ്ഞ വ്യക്തി ഇന്ത്യയിൽ പോകുന്നത് എംപ്ലോയ്മെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. സോ ഹീസ് എ പേഴ്സൺ ഹൂ ഈസ് ഇൻക്ലൂഡഡ് അണ്ടർ ദി എക്സംഷനിൽ ഇൻക്ലൂഡ് ചെയ്ത വ്യക്തി ആയതുകൊണ്ട് എന്താണ്, അയാളെ നമുക്ക് എത്ര ബേസിക് കണ്ടീഷൻ എന്ത് മാത്രമേ ഉള്ളൂ, ബേസിക് കണ്ടീഷൻ മാത്രം ഈ ഒറ്റ പോയിൻ്റ് മാത്രമേ ഉള്ളൂ. കാരണം സെക്കൻഡ് പോയിൻ്റ് വരുന്നില്ല. ഡസ്റ്റർ ഇവിടെ ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ വരുന്നില്ല. സോ പ്രീവിയസ് ഇയറിൽ 182 days ആണോ അല്ലേ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. കാരണം രണ്ടാമത്തെ കണ്ടീഷൻ ആ വ്യക്തികൾക്കില്ല. ആർക്ക് മാത്രമാണ് ബേസിക് കണ്ടീഷൻ ഒറ്റ ഒന്നുള്ളത്, ഒന്ന്
ഇന്ത്യൻ സിറ്റിസൺ എംപ്ലോയ്മെൻറ്റ് പേർപ്പസിന് വേണ്ടി പോകുന്നത്. 2 ഇന്ത്യൻ സിറ്റിസൺ ഒരു ഇന്ത്യൻ ഷിപ്പിംഗ് ക്രൂ മെമ്പറായിട്ട് പോകുന്നത്. 3-മത്തത് ഇന്ത്യൻ സിറ്റിസൺ ഹു ഈസ് റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ കമ്മിങ് ടു ഇന്ത്യ ഫോർ എ വിസിറ്റ്. ബേസിക് കണ്ടീഷൻ 182 ഡേയ്സ് മാത്രമാണ് നോക്കള്, രണ്ടാമത് നോക്കാനില്ല. സോ യൂസുഫ് എന്ന് പറഞ്ഞ വ്യക്തി 174 ഡേയ്സേ നിന്നിട്ടുള്ളൂ. സോ ഹീ ഈസ് നോട്ട് സാറ്റിസ്ഫൈങ് ദി ബേസിക് കണ്ടീഷൻ. അപ്പോൾ അയാൾ ആരായി? ആസ് ഹി ഈസ് നോട്ട് സാറ്റിസ്ഫൈങ് ദി ബേസിക് കണ്ടീഷൻ ഇറ്റ് സെൽഫ്, ഹീ ഈസ് നോൺ റെസിഡൻറ്റ്. ഓക്കെ, സോ ഇവിടെ വി ക്യാൻ സീ ദാറ്റ് since he left India for employment purpose, hence for becoming resident he has to stay in India for at least 182 days. However, he is in India only for 174 days. Thus, he is a non-resident. അയാൾ ബേസിക് കണ്ടീഷനായ 182 ഡേയ്സ് നിൽക്കാത്തത് കൊണ്ട് ഹീ ഈസ് എ നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തുകൊണ്ട്, പൊതുവേ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് എന്തുകൊണ്ട് സെക്കൻഡ് കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്തില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാത്തത്? സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാത്ത 3 ആളുകളിലെ ഒരാളാണ് യൂസുഫ്. അതായത് ഇന്ത്യൻ സിറ്റിസൺ എംപ്ലോയ്മെൻറ്റ് പേർപ്പസിന് പോയത്, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ഷിപ്പിംഗ് ക്രൂവിൽ പോയത്, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ പുറത്ത് താമസിക്കുന്ന ആൾ ഇന്ത്യയിലേക്ക് വിസിറ്റ് വന്നത്. ഈ 3 ഒരാളായതുകൊണ്ട് അയാൾക്ക് ബേസിക് കണ്ടീഷൻ ഒന്നേ ഉള്ളൂ. സെക്കൻഡ് കണ്ടീഷൻ ഈസ് ഇർറെലവൻറ്റ്. ഇറ്റ് വിൽ നോട്ട് ബി ഗിവൺ ടു സച്ച് 3 persons. സോ അയാൾ 174 ഡേയ്സ് ആണ് നിന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് ഹീ ഈസ് എ നോൺ റെസിഡൻറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ദി എക്സെപ്ഷൻസ് ടു ദി റൂൾ ഓഫ് ബേസിക് കണ്ടീഷൻ, and this exemption is available only to 3 persons. So I hope I have cleared your doubts. So please work out the problem in your notebook. Thank you.